ഹലോ എവരിവൺ, മൈ നെയിം ഈസ് സുഹൈൽ തൈക്കാടൻ. എല്ലാവർക്കും മലബാർ റിസോഴ്സ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിന്റെ മൂന്നാമത്തെ സെമസ്റ്ററിലെ ഒരു ബോർഡ് പേപ്പർ ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ബോർഡ് വരുന്നത് 30-24. ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ കോഴ്സ് ഔട്ട്കമ്മിന്റെ ഡിസ്കഷനും അതുമായി ബന്ധപ്പെട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കോഴ്സ് ഔട്ട്കമ്മിൽ പറയുന്നത് സോൾവ് സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് യൂസിങ് ഫണ്ടമെന്റൽസ് കൺസെപ്റ്റ്സ് ഓഫ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ആൻഡ് ബേസിക് സ്റ്റെപ്സ്. അപ്പൊ എന്താണ് ഇതിനുള്ള ഓവർവ്യൂ നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിസിറ്റി. നമുക്ക് ഇലക്ട്രിക്കലി വരുന്ന ബേസിക് ടേംസ് എന്തൊക്കെയാണ്? കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ EMF എന്നൊക്കെ പറയുന്നതാണ് എന്ത് നമ്മൾ ബേസിക് ടേംസ് പറയുന്നത്. അതേപോലെ തന്നെ DC സർക്യൂട്ട് വരയ്ക്കാനുണ്ട്. അതേപോലെ അതിന്റെ റെസിസ്റ്റൻസ്, അതേപോലെ നമുക്ക് സീരീസ് പാരലൽ, അതേപോലെ സീരീസ് പാരലൽ കോമ്പിനേഷനുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ, അതേപോലെ അതിലൂടെ പോകുന്ന വോൾട്ടേജ്, കറണ്ട് എന്നിവ പ്രോബ്ലമായിട്ട് ചോദിക്കും. 3 മാർക്കിന് 7 മാർക്കിനെ കണ്ടിട്ടുണ്ട്. 7 മാർക്കിനൊക്കെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ആയി റെസിസ്റ്ററുകൾ സീരീസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലൂടെ പോകുന്ന കറണ്ടിന്റെ വാല്യൂ, അതിനപ്പുറത്തുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ അടുത്തൊരു സെക്ഷനാണ് ഓംസ് ലോ. ഓംസ് ലോ എന്താണ് ഡിഫൈൻ ചെയ്യാനും 3 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ ഓംസ് ലോ വെച്ചിട്ട് പ്രോബ്ലം. അതേപോലെ ക്രിർച്ചോഫ്സ് ലോ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ക്രിർച്ചോഫ് ലോ ഉണ്ട്? ക്രിർച്ചോഫ് ലോ 1, ക്രിർച്ചോഫ് ലോ 2. അതേപോലെ 1 എന്ന് പറയുന്നത് എന്താണ്? ക്രിർച്ചോഫ് കറണ്ട് ലോയും, രണ്ടാമത്തെ ക്രിർച്ചോഫ് വോൾട്ടേജ് ലോ. ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇതൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? അതുമായി ബന്ധപ്പെട്ട ലോസ് ഏതൊക്കെയാണ്, 1-2 ലോസ് എന്തൊക്കെയാണ്? അതേപോലെ ലെൻസസ് ലോ, എന്താണ് ലെൻസസ് ലോ പറയുന്നത്? അതേപോലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, അതേപോലെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ എന്താണ്, അതിനെ ഡിഫൈൻ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. 7 മാർക്കിന് ഈ പറയുന്ന ഫാരഡേസ് ലോയും ലെൻസസ് ലോയും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാറുണ്ട്. പിന്നെ അടുത്തതായി വരുന്ന സെക്ഷനാണ് ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്. AC വോൾട്ടേജിന്റെ ജനറേഷൻ, അതായത് ആൾട്ടർനേറ്ററിൽ നിന്ന് എങ്ങനെയാണ് AC വോൾട്ടേജ് ഉണ്ടാകുന്നത്, അതിന്റെ വേവ് ഫോമുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ്, അതിലുള്ള ആ വേവ് ഫോമിന്റെ ഒരു സൈൻ വേവ് ഫോമിലുള്ള ഓരോ ടേംസും ഡെഫിനിഷൻസ്, അതായത് സൈക്കിൾ എന്താണ്, ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, ടൈം പീരീഡ് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, അതേപോലെ ആ ഒരു വേവ് ഫോമിന്റെ RMS വാല്യൂ, ആവറേജ് വാല്യൂ, അതേപോലെ ഫോം ഫാക്ടർ, AC സൈൻ വേവിന്റെ പീക്ക് ഫാക്ടർ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു ഡെഫിനിഷൻസ് ഓഫ് AC വേവ് ഫോമിൽ വരുന്നത്. ജനറേഷൻ ഓഫ് AC വോൾട്ടേജ് എന്ന് പറയുന്ന സെക്ഷനിൽ 7 മാർക്കിന് ചോദിക്കുന്ന ഒരു ഡെഫിനിഷൻസ്, ഈ ഒരു എല്ലാ ഡെഫിനിഷനും എന്തെന്ന് പറയാൻ ചോദിക്കാറുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. ഡെഫിനിഷൻസ് ഓഫ് സൈക്കിൾ, ഫ്രീക്വൻസി പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്, RMS വാല്യൂ, ആവറേജ് വാല്യൂ, ഫോം ഫാക്ടർ, പി ഫാക്ടർ ഒക്കെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ്? റിയാക്റ്റൻസ് എന്താണ്? ഇംപിഡൻസ് എന്താണ്? അതേപോലെ പവർ ട്രയാങ്കിൾ, അതുമായി ബന്ധപ്പെട്ട് പവർ ട്രയാങ്കിൾ, അതുപോലെ പവർ ഫാക്ടർ, ഇതൊക്കെ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. പിന്നെ അടുത്ത് ത്രീ ഫേസ് കണക്ഷൻ. എങ്ങനെയൊക്കെ നമുക്ക് 3 ഫേസ് കണക്ഷൻ വരാൻ, സ്റ്റാർ, ഡെൽറ്റ കണക്ഷനുകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ലൈൻ കറണ്ട്, ഫേസ് കറണ്ട്, അതിന്റെ ഇക്വേഷൻ എന്താണ്, കമ്പാരിസൺ, സ്റ്റാറും ഡെൽറ്റയും തമ്മിലുള്ള കമ്പാരിസൺ, ഇതൊക്കെ എക്സാമിൽ പൊതുവെ ചോദിച്ചു കാണാറുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ. എന്താണ് ഇലക്ട്രിക് പവർ? അതിന്റെ യൂണിറ്റ് എന്താണ് ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ? DC-യിലാകുമ്പോൾ AC-യിലുള്ള ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ എന്താണ്? AC-യിലാകുമ്പോൾ ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ വ്യത്യാസങ്ങൾ എന്താണ്? അതേപോലെ അതിന്റെ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഓക്കെ, പവറിന്റെ യൂണിറ്റ് അഥവാ എന്താണ് പവറിന്റെ വാട്ടിൽ നമ്മൾ പറയാറുണ്ട്. അതിന്റെ യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. അതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ. അടുത്ത സെക്ഷനാണ് ഇലക്ട്രിക്കൽ എനർജി എന്താണ്, ഇതിന്റെ ഇക്വേഷൻ എന്താണ്, ഡെഫിനേഷൻ, ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞാൽ എന്താണ്, അതേപോലെ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്താണ്, അതേപോലെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്താണ്. ഓക്കെ, അതൊക്കെ ഏതിൽ വരുന്നതാണ്? ജൂൾ എന്ന് പറയുന്നതിന്റെ എനർജിയുടെ യൂണിറ്റ് ആണെങ്കിലും ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് നമ്മൾ കിലോ വാട്ട് അവർ, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആയിട്ടുള്ള കിലോ വാട്ട് അവറിലാണ് പറയുന്നത്. ഇത് KW എന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എനർജിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതുപോലെ ഈ എനർജി നമ്മൾ വീട്ടിലൊക്കെ കറണ്ട് ബില്ല് വരുന്നത് കണ്ടിട്ടുണ്ടാവും, ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് കണ്ടിട്ടുണ്ടാവും. അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂണിറ്റ് കാൽക്കുലേറ്റ്, യൂണിറ്റ് നമ്മൾ എനർജി കൺസ്യൂം ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ആ ഒരു മന്ത്ലി ബില്ല് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നൊക്കെ ഈ പ്രോബ്ലം 7 മാർക്കിന് നിരന്തരം ചോദിച്ചു കാണുന്നതാണ്. കാൽക്കുലേഷൻ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂൾ. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇതാണ്. വളരെ ഈസിയാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ സെക്ഷൻ അല്ലാത്തതുകൊണ്ട്, മെക്കാനിക്കൽ ആയതുകൊണ്ട് തന്നെ ഈ ടേംസുകളൊക്കെ കേൾക്കുന്നവർ ഒരു പക്ഷേ റിലേഷൻ ഒരു പക്ഷേ അത്ര ഐഡിയ കിട്ടിക്കാണുന്നില്ല.
ഒരു കൂടുതൽ സമയം എന്ത് ചെയ്യണം, വേർഡുകളൊക്കെ പഠിച്ചെടുത്ത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തതാണ് ഈ ഒരു കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം, ഈ നമ്മൾ പറഞ്ഞ കാലിബ്രേഷൻ മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ലുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം പൊതുവെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം തൽക്കാലം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം തന്നിട്ടുണ്ട്, റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ഹാസ് ദ ഫോളോയിങ് ആവറേജ് ഇലക്ട്രിക്കൽ കൺസംഷൻ. ഇപ്പോൾ ഒരു ദിവസത്തിലുള്ള ഒരു ഫ്ലാറ്റിൽ ഒരു ദിവസത്തിലുള്ള പവർ കൺസംഷനുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് 4 ബൾബ്സ് ഓഫ് 40 വാട്ട് വർക്കിംഗ് ഫോർ 5 hours പെർ ഡേ. 4 ബൾബുകൾ, 40 വാട്ടിന്റെ 4 ബൾബുകൾ 5 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഫാൻസ് ഓഫ് 60 വാട്ട് വർക്കിംഗ് ഫോർ 8 hours. 2 ഫാൻ, 60 വാട്ടിന്റെ 2 ഫാന് 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. മൂന്നാമത് 1 വാട്ടർ ഹീറ്റർ റേറ്റഡ് കിലോ വാട്ട് വർക്കിംഗ് ഫോർ 1 hour പെർ ഡേ. ഒരു വാട്ടർ ഹീറ്റർ 2 കിലോ വാട്ടിന്റെ 8 വാട്ടർ ഹീറ്റർ 1 മണിക്കൂർ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 കിലോ വാട്ട് എന്ന് പറയുന്നത് 2000 വാട്ടാണ്. അപ്പൊ ഇവിടൊക്കെ വാട്ടിൽ വന്നിട്ട് 2 kW എന്ന് തരുമ്പോൾ ഡോട്ട് അടിക്കുന്നത് 2000 വാട്ടാണ് 2 കിലോ വാട്ട്. അടുത്തത് എന്താണ്, 1 വാട്ടർ പമ്പ് ഓഫ് 0.5 കിലോ വാട്ട് റേറ്റിംഗ് വർക്കിംഗ് ഫോർ 3 hours പെർ ഡേ. ഒരു വാട്ടർ പമ്പ് ഉണ്ട്, അതിന്റെ റേറ്റിംഗ് 0.5 കിലോ വാട്ട് ഉണ്ട്, 500 വാട്ടാണ്. അത് എത്ര മണിക്കൂർ ഒരു ദിവസം? 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് എനർജി per month if 1 unit of energy cost R is equal to 3.5. അതായത് 3 രൂപയാണ് ഒരു യൂണിറ്റ് എനർജിയുടെ കോസ്റ്റ് എങ്കിൽ നമ്മൾ എത്രമാത്രം എനർജി യൂസ് ചെയ്തു, ഒരു മന്തിൽ നമ്മൾ എത്രമാത്രം ബില്ല് ക്യാഷ് പേ ചെയ്യേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ ഡാറ്റ എടുത്ത് തരും. ഗിവൺ ഡാറ്റ എന്താണ്, 4 ബൾബ്സ് ഓഫ് 40 വാട്ട് റേറ്റിംഗ് വർക്കിംഗ് ഫോർ 5 hours പെർ ഡേ. ഒരു ദിവസം 40 വാട്ടിന് 4 ബൾബുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്, 2 ഫാൻസ് ഓഫ് 60 വാട്ട് വർക്കിംഗ് റേറ്റിംഗ് ഫോർ 8 hours. 60 വാട്ടിന്റെ 2 ഫാനുകൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് നോക്കിക്കേ, 2 കിലോ വാട്ട് റേറ്റിംഗ് ഉള്ള ഒരു വാട്ടർ ഹീറ്റർ 1 മണിക്കൂർ ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. നാലാമത്തെ നോക്കിക്കേ, 0.5 കിലോ വാട്ട് 500 വാട്ടിന്റെ ഒരു വാട്ടർ പമ്പ് 3 മണിക്കൂർ ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡാറ്റകൾ തന്നിട്ടുണ്ട്. അതേപോലെ ഒരു യൂണിറ്റ് എനർജിയുടെ കോസ്റ്റ് 3.5 രൂപയാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് എനർജി പെർ മന്ത്. അപ്പൊ ഇത്രയും ഡാറ്റകൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു മന്തിൽ വരുന്ന കോസ്റ്റ് ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ എത്ര എനർജി നമ്മൾ യൂസ് ചെയ്തു അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തു, അതിൽ നമ്മൾ ടോട്ടൽ എത്ര യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് സ്റ്റെപ്പായിട്ട് വരുന്നത്, ടോട്ടൽ എനർജി കൺസ്യൂം പിന്നെ ഡേ. ഒരു ദിവസം ഇത്രമാത്രം എനർജി കൺസ്യൂം ചെയ്തു. ഈ മുകളിൽ പറഞ്ഞ എല്ലാ ബൾബുകളും ഫാനും മോട്ടോർ പമ്പും ഹീറ്ററൊക്കെ കൂടി വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യുന്ന ആദ്യം കാണണം. അതിനെന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ബൾബിന്റെ സെക്ഷൻ നോക്കുക. എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ 4 ബൾബ്സ് ഓഫ് 40 വാട്ട് റേറ്റിംഗ് ഫോർ 5 hours പെർ ഡേ. ഒരു ദിവസം 4 ബൾബ്, 40 വാട്ടിന് 4 ബൾബ് 5 മണിക്കൂർ വർക്ക് ചെയ്ത് എത്ര എനർജി ചിലവാകുന്നുണ്ട് കണ്ടുപിടിക്കുക. കാൽക്കുലേഷൻ എന്താണ്, 4 ബൾബാണ്, 4 ഇട്ടിട്ടുള്ളത്. എത്ര ഒരു ബൾബിന്റെ റേറ്റിംഗ് എത്രയാണ്, 40 വാട്ടാണ്. അപ്പോൾ 40 എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, 5 മണിക്കൂർ. നമുക്ക് എനർജിയുടെ ഇക്വേഷൻ അറിയാവുന്നതാണ്. എനർജിയുടെ ഇക്വേഷൻ പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. അപ്പൊ വാട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അവർ എത്രയാണ്, 5 മണിക്കൂറാണ്. അതേപോലെ എത്ര കൊണ്ട് അങ്ങനത്തെ നമ്മൾ ബൾബ് യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് 4 × 40 × 5 നീളം കാരണം. അപ്പോൾ ഇവിടെ 4 ബൾബ് വർക്ക് ചെയ്യുന്നുണ്ട്, 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, 800 വാട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 2 ഫാൻ യൂസ് ചെയ്യുന്നു, 60 വാട്ടിന്റെ 8 മണിക്കൂർ. ഇന്ത്യക്ക് 2 ഫാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റു 60 വാട്ടിന് 60 ഇൻറ്റു എത്ര മണിക്കൂറാണ്, 8 മണിക്കൂർ. എത്ര കിട്ടി, 960 വാട്ട്സ് കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, എനർജി കൺസ്യൂം ഫോർ 1 വാട്ടർ ഹീറ്റർ. ഒരു വാട്ടർ ഹീറ്റർ 2 കിലോ വാട്ടിന് ഒരു വാട്ടർ ഹീറ്റർ 1 മണിക്കൂർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എളുപ്പത്തിന് വേണ്ടി 2 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 2000 വാട്ട് മാറ്റി. പറയാം 2 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 2000 വാട്ട്. അതെന്ത് ചെയ്തു, ഒരു വാട്ടർ ഹീറ്റർ അതാണ് 1 ഇൻറ്റു എത്ര വാട്ടാണ്, 2000 വാട്ടിന്റെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു, ഒരു ദിവസം 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അപ്പൊ 2000 വാട്ട്സിനാണ് എന്ത് ചെയ്യുന്നത്, ഒരു ദിവസം എനർജി കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്, ഇവിടെയും തന്നെ കിലോ വാട്ട് അവർ, ഇവിടെയും കിലോ വാട്ട് അവർ യൂണിറ്റ് എനർജിയുടെ യൂണിറ്റ് കിലോ വാട്ട് അവർ ഉണ്ട്. കിലോ വാട്ട് അവർ യൂണിറ്റ് അല്ലെങ്കിൽ വാട്ട് അവർ, വാട്ടിലാണ് വാട്ട് അവർ, കിലോമീറ്ററിലാണ് കിലോ വാട്ട് അവർ. ഓക്കെ, ഇവിടെ എന്തെത്തി നമുക്ക് ഈ ഒരു വാട്ടർ ഹീറ്റർ നമുക്ക് 2000 വാട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്, 1 മണിക്കൂർ 2000 വാട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, എനർജി കൺസ്യൂം ഇപ്പോൾ 1 വാട്ടർ പമ്പ് 0.5 കിലോ വാട്ട്, 500 അല്ലെങ്കിൽ 0.5 കിലോ വാട്ട്. അതിന് എന്ത് ചെയ്തു, 500 വാട്ട് നേടി. അത് 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, ഒരു പമ്പ് 500 വാട്ടിന്റെ 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, 1500 വാട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്,
ഇവിടെ യൂണിറ്റ് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം പിന്നെ ടോട്ടൽ എത്ര എനർജി നമുക്ക് കിട്ടണമെങ്കിൽ ടോട്ടൽ എനർജി ഒരു ദിവസം ഇപ്പം നമ്മൾ ഓരോ ലാമ്പിൻ്റെയും അതേപോലെ ഫാനിൻ്റെയും അതേപോലെ ഹീറ്റർ അതേപോലെ പമ്പിൻ്റെ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടോട്ടൽ എനർജി കൺസ്യൂം പെർ ഡേ അങ്ങനെയായിരിക്കും. ഇതെല്ലാം കൂട്ടുക 800 പ്ലസ് 960 പ്ലസ് 2000 പ്ലസ് 1500 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 5260 വാട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന എനർജി. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ചെയ്താൽ 5260 എന്നുള്ളതിന് എന്ത് ചെയ്യും? 5.26 കിലോ വാട്ട് അവർ ചെയ്താലും അല്ലെ 5000 എന്നുള്ളതിന് 5.26 എന്ന് പറയും. കാരണം ഈ 3 പോയിന്റുകൾ മാറ്റി കഴിഞ്ഞാൽ 5.26 കിലോ വാട്ട് അവർ നമ്മൾ എന്ത് ചെയ്തു ഒരു ദിവസം യൂസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഒരു ദിവസത്തെ നമ്മൾ കാണേണ്ട എന്താണ് ഒരു മാസത്തെ. അപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് എത്ര ദിവസം വരുന്നുണ്ട്? 30 ദിവസം. 30 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 5.26 കിലോ വാട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നു. 30 ദിവസം കൊണ്ട് യൂസ് ചെയ്യുന്ന ടോട്ടൽ എനർജി എത്രയാണ്? 187.8 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. ഓക്കെ ആണെങ്കിൽ അതായത് 30 ദിവസം നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 187.8 കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ വാട്ട് അവർ കൊടുത്തു, ഇവിടത്തേക്ക് നമ്മൾ ചെയ്തു കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്തു. വാട്ടിനെ കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 5260 ഡിവൈഡ് ബൈ 1000 ചെയ്ത് എന്ത് കിട്ടും? 5.26 കിലോ വാട്ട് അവർ കിട്ടും. ഇവിടെ വാട്ട് അവർ ഓക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ഒരു മാസത്തെ വാട്ട് അവർ കിട്ടാൻ ചെയ്തു 30 ഇൻറ്റു എത്ര ഒരു ദിവസം യൂസ് ചെയ്ത കിലോ വാട്ട് അവർ എത്രയാണോ അത് ചെയ്തു. എന്ത് ചെയ്യുന്നു? 5.26 കിലോ വാട്ട് അങ്ങനെ ചെയ്യുമ്പോൾ 187.8 കിലോ വാട്ട് അവർ കിട്ടും. ഇനി നമുക്ക് പറയാം എന്താണ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു യൂണിറ്റ് എനർജി എന്ന് പറയുന്നത് 1000 വാട്ടാണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1000 വാട്ടാണ്. അതിനല്ലെങ്കിൽ ഒരു കിലോ വാട്ട് എന്ന് പറയും ഒരു യൂണിറ്റിന്. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മാസം? 187.8 കിലോ വാട്ട് നമ്മൾ ഒരു മാസം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു മാസം യൂസ് ചെയ്യുന്നത് 187.8 യൂണിറ്റ്. 187.8 യൂണിറ്റ് നമ്മൾ ഒരു മാസം യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ഒരു യൂണിറ്റ് എനർജിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 3.5 അല്ലെ. ഒരു യൂണിറ്റ് എനർജിയുടെ കോസ്റ്റ് 3.5 അതിനെന്ത് ചെയ്യാം? നമ്മൾ എത്ര യൂണിറ്റ് യൂസ് ചെയ്യുന്നത്? 187.8 യൂണിറ്റ് നമ്മൾ ഒരു മാസം യൂസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന്റെ വില 3.5 ടോട്ടൽ കോസ്റ്റ് ഒരു മാസം വരുന്നത് RS 552.3. ഓക്കെ, 552 രൂപയും 30 പൈസയാണ് എന്ത് ചെയ്യുക നമുക്കൊരു മാസം ബില്ല് വരിക. ഓക്കെ ആണല്ലോ. ഇതാണ് കാൽക്കുലേഷൻ. എല്ലാവരും ചെയ്ത് നോക്കാം. ഈസി ആയിട്ടുള്ള നിർബന്ധമായിട്ട് എല്ലാ ക്വസ്റ്റിനും കാണുന്നതാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റെപ്പുകളായിട്ട് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ സ്റ്റെപ്പുകളിലും ലിയോൺ ഡാറ്റ എഴുതിയതിനു ശേഷം ഓരോ ബൾബ് കാണുന്ന ബൾബ് ഫാനിനെ സെപ്പറേറ്റ് ചെയ്യുക, എനർജി എത്ര ദിവസം കണ്ടുപിടിക്കും. അതിനെന്ത് ചെയ്യുക? കിലോ വാട്ടിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു മാസത്തെ കിലോ വാട്ട് അവർ എത്രയുണ്ടെന്ന് നോക്കുക. കിലോ വാട്ട് അവർ നിന്ന് എന്ത് ചെയ്യുക? അതിൽ നിന്ന് എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നോക്കുക. ആ യൂണിറ്റ് കൊണ്ട് ഒരു യൂണിറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടത്തിലേക്ക് ആ മന്തിലി എത്ര ബില്ല് അടക്കുന്ന കാര്യം കിട്ടും. ഓക്കെ, ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സെവൻറ്റി ക്വസ്റ്റ്യൻ ആയിട്ടിട്ടതാണ്. എല്ലാവരും എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങും.